എല്ലാവർക്കും ഒരു ഹായ്. ഇപ്പോൾ ഇന്നാണ് പോകുന്നത് സൊർണറ്റ് 2 എന്ന ആനിമയുടെ എപ്പിസോഡ് 57 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഒരു കൂട്ടം സോൾവിസ്റ്റുകൾ വരുന്നതാണ്. അതുകൊണ്ട് അവരെല്ലാം റെഡി ആയി യുഹാവൻ്റെ പർപ്പിൾ ടീമിനെ ഉപയോഗിച്ച് അത് 30 അതിൽ കൂടുതലുണ്ട് എന്നതും ബ്ലഡ് റെഡ് ബാബൂൺ എന്നതാണെന്ന് മനസ്സിലായി. യുഹാവ ഫസ്റ്റ് കൊന്നത് ഇതുപോലൊരു ബാബോണിനായിരുന്നു, എന്നാൽ ഇത് ബ്ലഡ് റെഡ് ആണ്, ഇത്തിരി വൈലൻ്റ് ആണെന്ന്. യുഹാവ ഫസ്റ്റ് കൊന്നതാണത്. അത് നോർമല്. അതുപോലെ അവരുടെ കൂടെ 50,000 വർഷം പ്രായമുള്ള കിങ്ങും ഉണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളത് വളരെ അഗ്രസീവാണ്. എങ്കിലും നോർമൽ ബീസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകാറില്ല. എങ്കിൽ ഇത് എവിടെ നിന്നും പേടിച്ച് ഓടി വരുന്നതാണ്. അവരോട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാകാൻ പറയുന്നു. അങ്ങനെ ഫൈറ്റ് തുടങ്ങി. യാങ്മോ അവന്റെ സോൾ സ്കിൽ അത് കൊടുത്ത് യുഹാവ ആദ്യം തന്നെ ഒരു സോൾ സ്കിൽ യൂസ് ചെയ്ത് അവരെല്ലാം ലോക്കാക്കി. അപ്പോൾ തന്നെ വാങ്ടോങ്ങും വാങ്ക്യൂമറും കൂടി ചേർന്ന് അതിനെ അടിച്ച് പുറകോട്ടായി. അപ്പോൾ തന്നെ അതിന്റെ സ്വന്തം എബിലിറ്റി ബെർസർക്ക് അതുപോലെ ഒരു സ്കില്ല് അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. എങ്കിലും അവർ പിന്നെ ഫൈറ്റ് അത് ചെയ്യാണ്. അതിന്റെ കൂടെ യാങ്മോന്റെ സ്കില്ല്, ഈ സ്കില്ല് ഇപ്പോൾ ആംപ്ലിഫിക്കേഷൻ എന്നൊരു സ്കില്ലാണ് അത് കൊടുത്ത്. അത് സ്ട്രെങ്ത് സ്പീഡ് അറ്റാക്ക് അങ്ങനെ എല്ലാം മാക്സിമം ലെവലിൽ ആക്കി കൊടുക്കുന്നതാണ്. ആ ബാബോൺക്ക് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവന്റെ അടുത്ത് വരുന്നു. എന്നാൽ അവരുടെ പ്ലാൻ ആയിരുന്നു മാറിക്കൊടുത്തു. യുഹാവ ഫ്രീസാക്കി വാങ്ക്യൂവർ അവളുടെ സെക്കൻഡ് ഡ്രാഗൺ സ്ട്രെങ്ത് എന്ന സ്കില്ല് യൂസ് ചെയ്ത് അടിച്ച് അതിനെ സൈഡാക്കി. അത് കണ്ട അവിടെ ബാക്കിയെല്ലാം ഓടിക്കളഞ്ഞു. ഇത് ഡെഡ് ആയിട്ടുള്ള ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ യുഹാവ ഇപ്പോൾ അവന് മെന്റൽ ടൈപ്പാണ് സോൾഡർക്കാണ് വേണ്ടത്, എന്നാൽ ഇത് പോരാ. എങ്കിലും അവന്റെ സ്പിരിച്വലായി അത് കൾട്ടിവേഷന് ഇത് സ്യൂട്ടബിൾ ആണ്. എന്നാൽ അത് തടഞ്ഞ് വാങ്ക്യൂവർ അവൾക്ക് വേണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് കേട്ട് വാങ്ഡോങ്ങിന് ദേഷ്യം വന്നിട്ട് എന്തൊക്കെ പറയുമ്പോൾ നിനക്കതിന് വിശ്വാസമുണ്ടോ എന്ന് തിരികെ നമ്മളൊരു ടീമാണല്ലോ എന്ന് മുൻപ് പറഞ്ഞ ഡയലോഗ് അത് ഓർത്തിട്ട് അവള് തടഞ്ഞു. അവൾ പറയുന്നുണ്ട് നിനക്ക് നല്ലൊരു സോൾഡർ കഴിഞ്ഞ് എന്നെ ഒപ്പിച്ചു തരും, എന്നാൽ ഇത് ഇഷ്ടപ്പെടാന്നുള്ളൊക്കെയാണ് വാങ്ടോങ്. നീ അത്രയും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പാർട്ണറല്ലേ, ദേഷ്യപ്പെടാതെ നിന്നെ സമ്മതിക്കണം എന്ന് യാങ്ങും. അത് കഴിഞ്ഞ് രാവിലെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് നിൽക്കണം. ഇതൊക്കെ കാണണമല്ലേ ഈശ്വര എന്ന് സിംഗിൾ എന്ത് ചെയ്യുന്ന രീതിയിൽ അവൾ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. 50,000 വർഷം പ്രായമുള്ളത് വെറും 3 മണിക്കൂറുണ്ട് അബ്സോർബ്. അവൾക്ക് തന്നെ അതിശയം. എങ്കിൽ അവളുടെ ഫിസിക്കൽ സ്ട്രെങ്ത് അതെല്ലാം നോർമലാണ്. കാരണം സോൾഡറിങ് അങ്ങനത്തെയാണ്. 2 യെല്ലോ പർപ്പിൾ ബ്ലാക്ക് എന്ന രീതിയിലാണ് പോകുന്നത്. എങ്കിലും സെക്കൻഡ് സോൾഡറിങ്ങിൽ ഒറ്റ ാണ് വീണത് എന്നതാണ്. അവനോട് നിനക്ക് വേണ്ട സോൾഡറിങ് ഒപ്പിക്കാൻ കായി. അപ്പോൾ നിനക്ക് ഈ ഫോറസ്റ്റിനെ പറ്റി അറിയുമെന്ന് ചോദിക്കുമ്പോൾ അവളിവിടെ ഒരു 1 year ആയിട്ട് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. ഔട്ടർ സോണ്, മിക്സർ സോണ്, കോർ സോണ് എന്ന് പറഞ്ഞ ഒരു വെപ്പൺ എടുക്കുന്നുണ്ട്. അത് കണ്ട ഉടനെ അനലൈസ് ചെയ്യാൻ തുടങ്ങി. അതൊരു സോൾ ഗൈഡിങ് ടൂളല്ല, വുഡ് വെച്ചുണ്ടാക്കി എന്തോന്നാണ്, എന്നാൽ വളരെ അത് വിറ്റാലിറ്റി ഉള്ളതാണ്, ചൈതന്യം. അതുപോലെ എക്സ്ട്രാ ഓർഡിനറിയാണ്. ഇനി കുറച്ചുകൂടി പറയുകയാണെങ്കിൽ അത് ഗോൾഡൻ ഡ്രാഗൺ കിങ്ങിന്റെ 49ാമത്തെ വാരിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ ആ വുഡാക്കി മാറ്റി റീപ്ലേസ് ചെയ്ത് അതിന്റെ കൂടെ ലൈഫ് ആൻഡ് ബ്രീത്ത് അതുകൂടി ഉണ്ട്. അത് കഴിഞ്ഞ് തേടി പോകുന്നത് എവിടെയോ യുഹാവ ഡിറ്റക്ഷൻ ഉപയോഗിച്ച് നോക്കുമ്പോൾ 3 പേര് ഫയർ റൈറ്റ് എന്ന ബീസ്റ്റിനെ എന്തോ ചെയ്യുന്നുണ്ട്. അതിന്റെ സോൾ റിഫൈൻ ചെയ്യണം. അത് വെച്ച് എന്തിനെ കണ്ടുപിടിക്കാം. വളരെ ക്രൂവലായ ഒരു ടെക്നിക്കാണ്. ഇതൊരു ഈവിൾ ടെക്നിക്കാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ അവിടെ ഉള്ളവർ ആ ഈവിൾ സോൾ മാസ്റ്റേഴ്സ് ആണ് എന്നത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർക്ക് വെറുതെ പോകാൻ കഴിയില്ല. ഇങ്ങനെയുള്ളവരെ കൊല്ലുന്നതാണ് അവരുടെ പർപ്പസ്. എന്ത് തന്നെയായാലും യുഹാവ വാങ്ടോങ് അവരോട് സർപ്രൈസ് അറ്റാക്ക് കൊടുക്കാനും വാങ്ങിക്കുവാനുമായി അങ്ങനെയോടും അവരുടെ ലക്ഷ്യം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ട് ആ ഫയർ റൈറ്റ് പോയത് ഒരു കേബിലേക്കാണ്. അവരവിടെ എത്തി അതിനുള്ളിലേക്ക് പോകുന്നത് കണ്ടുപിടിച്ച് എന്ന് പറഞ്ഞൊരു പവർ. അതിൽ ഒരാൾ അപ്പോൾ ഉണ്ട്. ബീസ്റ്റ് അത് പുറത്തു വന്നു. അവരുള്ളിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു സൗണ്ട് ഗർവ്. അതുപോലെ അവരുടെ പിറകിൽ ഒരു റെഡ് ഐ കാണാം. അവരുടെ മുൻപിലായിട്ട് വന്നു നിൽക്കുന്നു 10,000 വർഷം പ്രായമുള്ള ഡാർക്ക് ഗോൾഡ് ബിയർ. ഇത് വളരെ പവർഫുൾ ആയതാണ്. നമുക്ക് പോകാന്ന് പറയുമ്പോൾ വാങ്ക്യൂവർ പോകുന്നില്ല. അത് മനസ്സിലാക്കിയിട്ട് അവൾക്ക് പവർ കൊടുത്തു. അതുകൊണ്ട് നമ്മൾ ടീമേറ്റ് അല്ലേ എന്നതോർത്ത് റെഡിയായി. അപ്പോഴാണ് അവൻ ഇത് സ്ട്രേഞ്ച് ആയിട്ട് ഉണ്ടല്ലോ എന്ന് പറയുന്നത്. അവിടെ നോക്കുമ്പോൾ അതിന്റെ കുഞ്ഞുങ്ങൾ അവിടെ ഇരിക്കുന്നു. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണെന്ന് മനസ്സിലാക്കിയിട്ട് അവളുടെ സ്റ്റിക്ക് അതിൽ നിന്ന് ലൈറ്റ് വരുത്തി. എന്ത് കാരണമാണെന്നറിയില്ല. എന്നാൽ ഗോൾഡൻ ലൈറ്റ് വരുത്തിയപ്പോൾ തന്നെ അത് നോർമലായി. ഒന്നാലോചിച്ച മുൻപ് ഒരു എപ്പിസോഡിൽ ഇതുപോലെ ഒന്ന് കണ്ടിട്ടുണ്ട്. ആലോചിച്ച് കിട്ടും. വാട്ട് അവർ അത് കണ്ട് നോർമലായി. അവരുടെ പ്ലാൻ ഇപ്പോഴാണ് മനസ്സിലായത്. മെയിൽ ബിയറിനെ ഉപയോഗിച്ച് ഫീമെയിൽ ബിയറിനെ ഇവിടെ എത്തിക്കും. ആ സമയം നോക്കി അതിന്റെ കുഞ്ഞുങ്ങളെ എടുക്കും. വലുതായ അതും കില്ലി മെഷീനായിട്ട് ഉപയോഗിക്കും. സോൾലാൻഡ് ഫൈനൽ എപ്പിസോഡിൽ കണ്ടത് ഇതേപോലെയാണ്. ഇപ്പൊ ഫീമെയിൽ ബിയർ അത് വീക്കാണ്. അതിനെ കൊന്ന് അതിന്റെ സോൾ എടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് അവർക്കും ദേഷ്യമായി. മെയിലിനെ കൊന്ന് ഫീമെയിലിനെ വരുത്തി കുഞ്ഞുങ്ങളെടുക്കും. കഴിഞ്ഞ രാത്രി ബാബോൺസ് പേടിച്ചോടിയത് ഇവരെ കാരണമാകും. അതിലെ മെയിൻ ആളോട് നമ്മളിപ്പോൾ സെൻട്രലിലാണ് ഉള്ളത്, മറ്റു ബീസ്റ്റുകളെ ആങ്കർ ആക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞ ഷ്രെക്കിലെ മാസ്ക് എടുത്ത് കാണിക്കുന്നു. കുറച്ച് നാൾ മുമ്പ് ഒരു ഫുള്ളായി ഒരുത്തെ എന്നെ ഫോളോ ചെയ്തിരുന്നു, ഞാൻ അവനെ കൊന്നു. ഇനി ഏതെങ്കിലും ബീസ്റ്റ് ട്രിഗർ ആകുകയാണെങ്കിൽ ഈ മാസ്ക് അതിന് കാണിക്കുന്ന രീതിയിൽ ഇട്ടിട്ട് പോകും. അതിന് മനസ്സിലാക്കിയിട്ട് ഷ്രെക്കിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഹ്യൂമൻസിനെ പോലെ ചിന്തിക്കാൻ കഴിയുമല്ലോ. സെഞ്ചുറി മില്യനൊക്കെ ആയ ഒരു വടിക്ക് 2 വശി. ഇതെല്ലാം കേട്ട് യുഹാവയ്ക്ക് കരുപ്പായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും. അന്ന് ഇതുപോലെ ഒരു ഈവിൾ സോൾ മാസ്റ്ററിനെ കാരണമാണല്ലോ ഒരുത്തൻ ഡെഡായത്. ആ പരിക്കായതും അതെല്ലാം ആലോചിച്ചിട്ട് അവരുടെ മാർഷൽ സോൾ ഫ്യൂഷൻ സ്കില്ല് ചെയ്യാൻ തുടങ്ങി. ഹാവഡോങ് അത് സോൾ ടൂൾ പോലെ ആക്കിയിട്ട് കൊടുക്കണം. അതിന്റെ പവർ വളരെ പവർഫുൾ ആയിരുന്നു. ലെവൽ 7 കാനോണാണ്. അത് അവിടെ മുഴുവൻ ഇല്ലാതൊക്കെ അവർ നോക്കുന്ന അപ്പോണ്ട് അവർ ഷോക്കായി പോയി. അവർക്ക് ഒന്നും തന്നെ പറ്റില്ല. ചെറിയ പരിക്ക് മാത്രമാണ്. ഡൊമൈൻ ഓഫ് ടാർഗറ്റ്സ് എന്ന സ്നേക്ക് അതായിരുന്നു മാർഷൽ സോൾ. അത്ര പവർഫുൾ ആയിട്ട് ഒരു ഈവിൾ ടെക്നിക്ക് കാരണം ചെറിയ പരിക്ക് മാത്രമാണ് പറ്റി. ക്ലോസ് റേഞ്ച് അറ്റാക്കിലായിട്ട് പറ്റി. ഇങ്ങനെയുള്ള ബീസ്റ്റുകൾ ഡേഞ്ചർ
എസൻസും ഉണ്ട് അങ്ങനെ മനസ്സിലാക്കി ഉപയോഗിക്കാൻ കഴിയും. പുറത്തു വരാൻ പറയുമ്പോൾ ഞാൻ നിന്റെയൊക്കെ എനിമി ഷ്രെക്കിലാണ് എന്ന് പറഞ്ഞ് ഇലൂഷൻ ആ സ്കില്ല് ഉപയോഗിച്ച് മാറുന്നു. അതുകൊണ്ട് നിങ്ങൾ എസ്കേപ്പ് ആവാൻ കഴിയും എന്നാണോ എന്ന് പറഞ്ഞ് അവരോട് അവരുടെ എസൻസ് ഓഫ് ബീസ്റ്റ് സോള് അതെടുക്കാൻ പറയുന്നു. ഗോസ്റ്റ്ലി ലിപ്പാർഡും ഗോസ്റ്റ് സ്ട്രൈക്കറും അതുപോലെ ക്രിംസൺ ഗോൾഡ് ലൈനും 3 പവർഫുള്ളായ 10,000 വർഷം പ്രായമുള്ള എസെൻഷ്യൽ ബീസ്റ്റാണ്. അഥവാ അവരെ ഗ്രാൻഡ് സോൾ ആൻഡ് മാസ്റ്റർ ലെവൽ വരെ എത്തിക്കും. അതുപോലെ ആ സ്ട്രെങ്തും അത്രയും കാണും. യുഹാവ അവരെ അറ്റാക്ക് ചെയ്യാൻ അതിന്റെ കുഞ്ഞുങ്ങളെ നീ കണ്ടുപിടിച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ ഏറ്റവും പറയുമ്പോൾ ഞാനും വരും. എന്നാൽ പെട്ടെന്നാണ് വേറൊരു സൗണ്ട്. നോക്കുമ്പോൾ അവിടെ ഫീമെയിൽ വീർ അവിടെ വന്ന് നിൽക്കുന്നു. വെറുതെ വന്ന് നിൽക്കില്ല, അതിന്റെ കൂടെ വാങ്ക്യുവാറും ഉണ്ടായിരുന്നു. ഇതിവിടെ സെഞ്ചുറി മില്യൻ സോൾ ബീസ്റ്റ് ആണ്. അവൾ ഷിയാവിനെ പോലെ എന്ന് സംശയം തോന്നും. എന്നാ വേറൊന്നാണ് ടെസ്റ്റ്. നീയരാ അവൾ അവരെ ചെയ്ത് പറയുമ്പോൾ അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ലിപ്പാഡ് അതിനെ വെച്ച് അബീറിനെ പരിക്കേൽപ്പിക്കുന്നു. അവളെ അറ്റാക്ക് ചെയ്യാൻ വന്നത് മാറിയിട്ട് അവളുടെ സ്പീർ യൂസ് ചെയ്ത് അതിനെ കൊന്നു, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കി. അയാൾക്കും പരിക്കൊറ്റി. അവരുടെ ഫൈറ്റ് പിന്നെയും തുടങ്ങി. മനസ്സിലാകാത്തവർക്ക് അത് അവരുടെ മാർഷൽ സോൾ അല്ല. ഇതുപോലെ ബീസ്റ്റിനെ തേടി പിടിച്ച് അതിന്റെ സോൾ റിഫൈൻ ചെയ്ത് അവരുടെ സോളായിട്ട് ഫ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ബീസ്റ്റ് എല്ലാം അവരുടെ സോളായിട്ട് കണക്ട് ആണ്. അത് അവർക്ക് നല്ലതാണ്, അതുപോലെ ഡേഞ്ചറാണ് എന്നാണ്. ഓക്കെ, ഇതുപോലെ ഒരുപാട് ബീസ്റ്റുകൾ അവർ റിഫൈൻ ചെയ്ത് കാണണം. 3 പേരെയും വാങ്ങിക്കുവാർ ഒറ്റയ്ക്ക് നേരിടുന്നത്. അതിന്റെ കൂടെ അവരുടെ എസൻസ് ഓഫ് ബീസ്റ്റിനെയും ആ ബിയറും ഉണ്ട്. എങ്കിലും അവളുടെ സ്ട്രെങ്ത് എത്രയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഇടയ്ക്ക് വെച്ച് അവൾക്ക് ഡേഞ്ചർ ആകുന്ന ടൈമിൽ യുഹാവ വാങ്ഡോങ്ങിനെ അവളെ വോട്ടോങ്ങെന്ന് വിളിക്കണം. അവരുടെ വെപ്പൺസ് ആണ് എസെൻഷ്യൽ ബീസ്റ്റ് സോള്. അതുപോലെ തന്നെ അവരുടെ വീക്ക്നെസ്സും അതാണ് എന്ന് പറയാണ് അവരുടെ സ്ട്രൈക്ക്. പിന്നെ യുഹാവ അവന്റെ അറ്റാക്ക് ചെയ്യുന്നു. അതുപോലെ വാങ്ഡോങ്ങും അവളുടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവളുടെ ഒരു സ്ട്രൈക്ക് അത് വെച്ച് ഒരുപാട് എണ്ണത്തിനെ കൊല്ലുന്നത് പോലെ. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാകുമെന്ന് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.